എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഒരു ചാവേർ സ്ഫോടനം നടന്നു. അതിൽ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 10-ലേറെ പേർ കൊല്ലപ്പെടുകയും ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചിലരുടെ നില അത്യന്തം ഗുരുതരമാണ്. ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയിൽ കർശനമായ പരിശോധനകൾ നടക്കുന്നു. ഇതിൽ കൊല്ലപ്പെട്ടവരോടുള്ള അനുശോചനം ആശുവിദ്യാസമാജം അറിയിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുവാനുള്ള പ്രാർത്ഥനയും നമ്മൾ അർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളോടുള്ള പ്രതിബദ്ധത നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദാരുണ സംഭവത്തിന് ഉത്തരവാദികളായവരെ, അതിൻ്റെ പ്രവർത്തകരെ മാത്രമല്ല, ഗൂഢാലോചന നടത്തിയവരെ പോലും കണ്ടെത്തി ഒരു നിയമത്തിന് കീഴിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ഭരണാധികാരികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം പഹൽഗാമിൽ നമ്മുടെ സ്ത്രീജനങ്ങളുടെ സിന്ദൂരക്കുറി മായ്ച്ച ഭീകരന്മാരെ, അവരുടെ പ്രഭവ കേന്ദ്രത്തെ, പരിശീലന കേന്ദ്രത്തെ തന്നെ എങ്ങനെയാണ് നമ്മൾ ധീര സൈനികർ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്തതെന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഭരണാധികാരികളെ പരിപൂർണമായി നമുക്ക് വിശ്വാസമുണ്ട്. ഇതിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു തർക്കവുമില്ല, സംശയവുമില്ല. വേറൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമുണ്ടായത് ഗുജറാത്തിൽ നിന്നാണ്. അവിടെ ചില ഡോക്ടർമാർ, കാശ്മീർ ബന്ധമുള്ള ചില ഡോക്ടർമാർ വിഷവാതകം പരത്തിക്കൊണ്ട് 10,000-കണക്കിന് ആൾക്കാരെ കൊല്ലുവാനുള്ള ഒരു കൂട്ടപദ്ധതി ആണ് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് തകർക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 10,000-കണക്കിന് ആൾക്കാരെ ഇപ്പോൾ വധിക്കുമായിരുന്നു. അതുപോലെ 1000-കണക്കിന് കിലോ വരുന്ന സ്ഫോടക വസ്തുക്കളൊക്കെ നമ്മൾ ഹരിയാനയിൽ നിന്ന് പിടിക്കുകയുണ്ടായി. ദീപാവലിയോടനുബന്ധിച്ച് ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഭീകരാക്രമണം നടത്തുവാനുള്ള പദ്ധതിയാണ് ഇങ്ങനെ നമ്മുടെ സുരക്ഷാ സംവിധാനം നിർവീര്യമാക്കിയത്. പക്ഷെ അതിനിടയിൽ ഈ ദാരുണ സംഭവം കൂടി നടന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിലെല്ലാം വൈറ്റ് കോളർ ജോലി, ഡോക്ടർമാരുൾപ്പെടെ സമൂഹത്തിൻ്റെ ആദരവ് ലഭിച്ച വ്യക്തികളായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്നുള്ള വസ്തുതയാണ്. വിദ്യാഭ്യാസമില്ലാത്തവരോ ദരിദ്രരോ അല്ല ഇസ്ലാമിക ഭീകരവാദത്തിലേക്ക് പോകുന്നതെന്ന് നന്നായി മനസ്സിലാക്കണം. ഒരു പ്രദേശത്തെ എത്രയേറെ വികസിപ്പിച്ചാലും സർക്കാർ ചെലവിൽ ഇവരെ ഡോക്ടർമാരാകാൻ പരിശീലിപ്പിച്ചാൽ പോലും ഒരാൾ ഡോക്ടറായിട്ട് വരുമ്പോൾ സർക്കാരിന് നിരവധി ചെലവിട്ടാണ് അവരെ ഡോക്ടർമാരാക്കുന്നത്. നികുതി പണത്തിൽ നിന്ന് ചെലവിട്ടുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഉണ്ടായവരൊക്കെ തന്നെയാണ്
ഓരോ ജീവനും വിലപ്പെട്ടതെന്ന് കരുതേണ്ട വ്യക്തികൾ, നമ്മളൊക്കെ വിശ്വാസപൂർവം ഒരു പ്രശ്നങ്ങളുണ്ടായാൽ ഓടി സമീപിക്കുന്നവരാണ് ഈ ഭീകരകൃത്യത്തിന് തുനിഞ്ഞതെന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട കാര്യമാണ്. ആരെ വിശ്വസിച്ച് നമ്മൾ സമീപിക്കും? നമ്മുടെയോ നമ്മുടെ ബന്ധുക്കളുടെയോ ജീവനൊരു ഭീഷണി വന്നാൽ മുസ്ലിം പേരുള്ള ഒരാളെടുക്കൽ പോകാൻ പോലും പറ്റാത്ത വിധമുള്ള സംശയാവസ്ഥയാണ് ഇവരൊക്കെ സൃഷ്ടിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇസ്ലാമോഫോബിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഫോബിയ ആൾക്കാർക്കുണ്ടാകുന്നത്. ഫോബിയ അല്ല, ഫോബിയ എന്ന് പറഞ്ഞാൽ അകാരണമായ ഭയമെന്നാണ്. അകാരണമായ ഭയമാണ് ഫോബിയ. ഇത് അകാരണമല്ല, കാരണമുള്ള ഭയമാണ്. ഇപ്പോൾ നമ്മളൊരു മുറി ചെല്ലുന്നു, അവിടെ പാറ്റ ഉണ്ടെന്ന് പറഞ്ഞ് ഒരാൾ പേടിച്ചോടിയാൽ അത് ഫോബിയാണ്. ഇരുട്ടത്തെ പേടിയാണ്, പ്രേതത്തെ പേടിയാണെന്നൊക്കെ പറഞ്ഞാൽ ഫോബിയാണ്. പക്ഷെ ഒരു പേപ്പട്ടി കടിക്കാൻ വരുമ്പോൾ ഓടുന്നത് ഫോബിയല്ല, കാരണമുള്ളതാണ്. കാരണം പേപ്പട്ടി കടിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം. നമ്മുടെ മുറിയിൽ പാമ്പ് വന്നാൽ നമ്മൾ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ആ മുറി വിട്ട് ഓടുന്നത് ഫോബിയല്ല, അത് കാരണമുള്ള ഭയമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവന് ആപത്ത് വരും, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ദുഃഖിതരാവും, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ലക്ഷ്യങ്ങളൊക്കെ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ജാഗ്രതയോടുകൂടി കാണണം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമോഫോബിയാണെന്ന് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോഴെല്ലാം ഏതെങ്കിലും എലക്ഷൻ ഉള്ളതുകൊണ്ട് ഭരണകൂടം തന്നെ ചെയ്യുന്നതാണെന്നൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികളെ മുഴുവൻ വെള്ളപൂശിക്കൊണ്ട് വരും. ഇന്ന് ഒരു പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി, രസകരമായ പോസ്റ്റാണ്, ഫേസ്ബുക്ക് പോസ്റ്റ്. സ്ഫോടനം നടന്ന് 10 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഇലക്ഷൻ, ബീഹാർ ഇലക്ഷൻ അല്ലേ, അതുകൊണ്ട് മോദിജി തന്നെ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അമിത്ഷയോ അങ്ങനെയുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കും. അപ്പോൾ പറഞ്ഞു, അല്ലേ സ്ഫോടനം നടന്നത് പാകിസ്ഥാനിലാണ് കേട്ടോ, അയ്യോ നമ്മുടെ വാപ്പാമാർക്ക് എന്ത് പറ്റി എന്നാണ് ചോദിക്കുന്നത്. ഇട്ടാളുടെ അവസ്ഥ, കാരണം അവിടെയൊക്കെ എന്തെങ്കിലും അപകടം വന്നാൽ എന്ത് ചെയ്യും? ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ഭാരതം മാത്രമാണോ? മോദിജിയോ അല്ലെ സംഘപരിവാർ മാത്രമാണോ ഇത് ചെയ്യുന്നത്? ഇസ്ലാം എവിടെ അല്പമെങ്കിലും ഒരു നിർണായക ന്യൂനപക്ഷമായി മാറിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഭീകരവാദം ഉണ്ടാകുന്നത് ഇപ്പോൾ സംഘപരിവാർ ആസൂത്രണം ചെയ്ത ജിഹാദാണോ? പക്ഷെ അങ്ങനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട്, വെളുപ്പിച്ചുകൊണ്ട്, വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തുന്നൊരു സിസ്റ്റം ഇവിടെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ, മാധ്യമങ്ങൾ, ഭരണകൂടത്തിൽ തന്നെ ചിലരുടെയൊക്കെ മനസ്സിലുണ്ട്. അവരത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ പിണങ്ങുമെന്നോ വോട്ട് നൽകിയില്ലെന്നോ ഒക്കെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇവരിങ്ങനെ വെള്ളപൂശുന്നത്. അതുകൊണ്ട് നമുക്കിതിൻ്റെ പിന്നിലെ യഥാർത്ഥ വില്ലനെ കാണുവാൻ പറ്റാതെ പോകുന്നു. ഇതിൻ്റെ വില്ലൻ ആരാണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ്? ഈ സംഭവങ്ങളുടെ ഭീകരവാദ പ്രസ്ഥാനത്തിലെ വില്ലൻ, യഥാർത്ഥ ശത്രു ആരാണെന്ന് പറയാമോ? ആശയം ശരി, ഖുർആൻ പൂർണ്ണമായി ശരിയാണ്. ഖുർആനിലെ ചില വചനങ്ങൾ വളരെ അപകടകരമാണ്. ഇന്ന് പ്രചരിക്കുന്ന ഖുർആനും ഹദീസുകളുടെ അടുത്ത് നോക്കിയാൽ ഭീകരവാദത്തെ പ്രത്യക്ഷമായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ ആഹ്വാനം ചെയ്യുന്ന നിരവധി വചനങ്ങൾ കാണാം. നല്ല രീതിയിൽ ചിന്തിക്കുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരെപ്പോലും മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ എന്ന് വിലയിരുത്തുന്ന വചനങ്ങൾ കാണാം. ജിഹാദിൽ നിന്ന് ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ അത് മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ജൂതനാവട്ടെ, അവരെയൊക്കെ ഏറ്റവും മോശക്കാരായിട്ട് വിവരിക്കുന്ന ഭാഗങ്ങളുണ്ട്.
അതിൽ പോകുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങൾ പറയുന്നുണ്ട്. അവരുടെ എല്ലാ പാപങ്ങളും മോചിപ്പിക്കപ്പെടും. അവരുടെ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളുടെ പാപങ്ങൾ പോലും മോചിപ്പിക്കപ്പെടും. അവരെ കാത്തിരിക്കുന്ന നിരവധി റിവാർഡുകൾ, പ്രതിഫലങ്ങൾ, ഇവയെക്കുറിച്ചുള്ള വർണ്ണനകൾ കാണാം. ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ എന്ന് പറഞ്ഞാൽ മതഭ്രാന്താണ്, ഒരു സംശയവും വേണ്ട. ഇസ്ലാമിക മതഭ്രാന്താണ്. യഥാർത്ഥ വില്ലനെ നമ്മൾ വിലയിരുത്താതെ എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുക? ഈ സമയത്തത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആപദ്ധർമ്മമാണ്. ഇപ്പോൾ ഒരാൾ ഒരു അപകടത്തിലേക്ക് പോയാൽ നമ്മൾ രക്ഷിക്കണം, പ്രതിരോധിക്കണം. തീർച്ചയായിട്ടും അതുപോലെ രോഗങ്ങളുണ്ടെങ്കിൽ അത് രോഗശമനം ഉണ്ടാക്കണം. പക്ഷേ യഥാർത്ഥ വില്ലനെ പിടികിട്ടിയില്ലെങ്കിൽ, അതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ, അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും. ഒരിക്കലും പരിപൂർണമായ മോചനം സാധ്യമാവാതെ വരും. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിശ്ചയമായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദികളെ കണ്ടെത്തുക, അതിശക്തമായ നടപടികൾ ചെയ്യുക എന്നത് തന്നെയാണ്. പക്ഷെ അത് ചെയ്ത് പിന്നെ വീണ്ടും ഉറങ്ങാൻ പാടില്ല. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഡോക്ടർമാരെയും നമ്മളെപ്പോലെ സമാധാനമായി ജീവിക്കേണ്ട സാധാരണ ജനങ്ങളെയൊക്കെ ഇത്ര നിഷ്ഠൂരരായ ഭീകരവാദികളാക്കിയ പ്രത്യയശാസ്ത്രം എന്താണെന്ന് നന്നായി പരിശോധിച്ചില്ലെങ്കിൽ, അതിനെ സമൂഹത്തിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനമെടുത്തില്ലെങ്കിൽ ഒരിക്കലും ഈ ദുരിതം, ജിഹാദ് അവസാനിക്കില്ല. നമ്മളത് ചെയ്യാത്തതാണ് തുടരെ എന്നോണമുള്ള ഭീകരാക്രമണങ്ങളും സ്ഫോടനങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ ചിലർ പറയും പാകിസ്ഥാനാണെന്ന് പറയും. ശരിയാണ്, പക്ഷെ പാകിസ്ഥാൻ എങ്ങനെയാണ് ഉണ്ടായത്? ചിലർ പറയും ബംഗ്ലാദേശാണെന്ന് പറയും. ശരിയാണ്, പക്ഷെ ബംഗ്ലാദേശ് എന്തുകൊണ്ടുണ്ടായി? മതഭ്രാന്ത് കൊണ്ടാണ്. നമ്മുടെ സഹോദരരായിരുന്നവർ, സിന്ധു നദീതട നാഗരികതയുടെയൊക്കെ തന്നെ അവകാശികളായിരുന്നവർ മതം മാറി, അല്ലെങ്കിൽ അവരെ നിർബന്ധപൂർവ്വം മതം മാറ്റി പതുക്കെ സംസ്കൃതിയിൽ നിന്ന് അവരന്യമായി. നമ്മുടെ പൂർവികരെ, ധർമ്മത്തെ ശത്രുതയോടുകൂടി വീക്ഷിക്കുന്ന സമീപനം വന്നു. നമ്മുടെ ഈശ്വര പ്രതീകങ്ങളെ നരകാവകാശികളായി കാണുന്ന സമീപനം വന്നു. ഈ ഈശ്വര ക്ഷേത്രങ്ങളെ, ഈശ്വരന്മാരുടെ പ്രതിമകളൊക്കെ ഉള്ള അല്ലെങ്കിൽ വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളെയൊക്കെ തകർക്കുന്നത് ബുദ്ധിക പദവി കിട്ടുവാൻ പറ്റിയ രീതിയിലുള്ള പുണ്യപ്രവൃത്തിയായിട്ട് കണ്ടു. ഹിന്ദുക്കളെ കൊല്ലുന്നത്, ജസിയ പിരിക്കുന്നത്, മതം മാറ്റുന്നതെല്ലാം ഖാസി ബിരുദം കിട്ടുവാനുള്ള ഒരു കാര്യമായി കണ്ടു. ഇതെല്ലാം എങ്ങനെ ഉണ്ടായി? ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ കാരണം ഇസ്ലാം തന്നെയാണ്. തിരിച്ചറിയാതിരുന്നാൽ ഒരിക്കലും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവില്ല. നമുക്ക് ചരിത്രത്തിൽ നിരവധി പരാജയങ്ങൾ നമുക്ക് സംഭവിക്കാൻ കാരണം ഇസ്ലാമുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ പലപ്പോഴും വീഴ്ചകൾ വരാൻ കാരണം ഈ അടിസ്ഥാന പാഠം നമ്മൾ മറന്നുപോയത് കൊണ്ടാണ്. ചില മുസ്ലിങ്ങൾ മാത്രമാണ് പ്രശ്നക്കാരെന്ന് നമ്മൾ കണ്ടു. നമ്മൾ പറയുന്ന മുസ്ലിങ്ങൾ അല്ല, ഇസ്ലാമാണ് അപകടമെന്നാണ്. ഇസ്ലാമീകരിക്കപ്പെട്ട മുസ്ലിം നാമധാരികൾ എന്ന് വെച്ചാൽ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ട്രൂ മുസ്ലിങ്ങളാണ് അപകടകാരികൾ. അപ്പോൾ നമ്മൾ ചോദിക്കും, നമുക്കിവിടെ നല്ല മുസ്ലിങ്ങളൊക്കെ ഇല്ലേ? നിശ്ചയമായി മനുഷ്യത്വം നശിച്ചിട്ടില്ലാത്ത നല്ല രീതിയിൽ ചിന്തിക്കുന്ന മുസ്ലിം സഹോദരന്മാർ നമുക്കിടയിലുണ്ട്. അത് ഏത് മതത്തിലും ഉണ്ടാകും. മനുഷ്യത്വത്തിന് കൂടുതൽ വില നൽകുന്നവർ, അവരുടെ കുടുംബ പശ്ചാത്തലവും അവർ ജീവിച്ച സാഹചര്യം, വായിച്ച പുസ്തകങ്ങൾ, ഇടപെടുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന ചിന്താഗതിയുള്ള നിരവധി ആൾക്കാരുണ്ട്. പക്ഷേ അവരെ ഇസ്ലാമിസ്റ്റുകൾ കാണുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കണം. ജിഹാദിന് ഇറങ്ങിപ്പുറപ്പെട്ടില്ലെങ്കിൽ, ജിഹാദിന് സഹായം നൽകിയില്ലെങ്കിൽ, അല്ല ജിഹാദിൻ്റെ പ്രവർത്തനങ്ങൾ തടഞ്ഞാൽ അവർ മുനാഫിക്കായിട്ട് മാറും.
നമ്മുടെ കൂട്ടത്തിൽ തന്നെ, കാഫറുകളുടെ കൂട്ടത്തിൽ തന്നെ ശിക്ഷിക്കേണ്ടവരായിട്ടാണ് ഈ നല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ചിലരെ ഇസ്ലാമിസ്റ്റുകൾ വീക്ഷിക്കുന്നത്. മറന്നു പോകരുത്. അതുപോലെ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് ഇടയ്ക്ക് വഴിപാടിനെ കൊടുത്തയക്കുന്ന മുസ്ലിങ്ങളെ കണ്ടേക്കാം. ജ്യോതിഷെടുക്കെ പോകുന്നവരും വാസ്തു നോക്കുന്നവരും ശബരിമലയ്ക്ക് വരുന്നവരൊക്കെ കണ്ടേക്കാം. അവരെ അവർ കാണുന്ന മുശ്രിക്കുകളായിട്ടാണ്. അല്ലാഹു അല്ലാതെ വേറൊരാളെ ആരാധിച്ചാൽ, അല്ലെങ്കിൽ ആരാധനയിൽ പങ്കുചേർത്താൽ, വഴിപാട് കൊടുത്താൽ, ക്ഷേത്രത്തിന് പിരിവ് കൊടുത്താൽ അവരെയൊക്കെ മുശ്രിക്കുകളായിട്ടാണ് കാണുന്നത്. മുസ്ലിങ്ങളെ തന്നെ അവരിങ്ങനെ കാണുന്നത്. അതുപോലെ കുറേ പേർ ഇസ്ലാമിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് ഇസ്ലാം മതം വിട്ട് ഇസ്ലാമിനെ തുറന്നു കാട്ടുന്ന എക്സ് മുസ്ലിംസ് ഉണ്ട്. നല്ല രീതിയിലേക്ക് ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയുണ്ട്. ഒരുപക്ഷെ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ അക്കാര്യം ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ അവിടെ അവരഭിനന്ദിക്കുന്നു. പക്ഷെ അവരിവർ കാണുന്നത് എങ്ങനെയാണ്? മുർത്തദ്മാരായിട്ടാണ് കാണുന്നത്. മതം വിട്ട മുർത്തദ്മാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു മുസ്ലിം പേരുകാരനെ കണ്ട് നമ്മൾ അയാൾ നല്ല ആളാണെന്ന് പറയുമ്പോൾ ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായി ശരിയായിരിക്കാം. പക്ഷേ ഇസ്ലാമിസ്റ്റിൻ്റെ വീക്ഷണത്തിൽ അവർ മുർത്തദ്മാരോ അല്ലെങ്കിൽ മതം വിട്ടവർ, മുശ്രിക്കുകളോ, അള്ളാഹുവിനോടൊപ്പം മറ്റു ദൈവങ്ങളെ പങ്കുചേർത്തവർ, അല്ലെങ്കിൽ മുനാഫിക്കുകളോ കപടവിശ്വാസികളോ ആണ്. നമ്മളെന്തായാലും കാഫറുകളാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ കാഫറുകളാണ്. സുന്നികൾക്ക് ഷിയകൾ കാഫറുകളാണ്, ഷിയകൾക്ക് സുന്നികൾ കാഫറുകളാണ്. ഇവർ രണ്ടുപേർക്ക് മുഹമ്മദിയകളും സൂഫികളും കാഫറുകളാണ്. ഇവർ പരസ്പരം പ്രശ്നങ്ങളാണ്. ആരാണ് കാഫിർ എന്ന് ഇവരുടെ നേതാക്കൾ പ്രഖ്യാപിക്കും. പിന്നെ അവർക്കെതിരെയുള്ള ജിഹാദാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ നിശ്ചയമായും ശക്തമായി സായുധ ശക്തി കൊണ്ട് തന്നെ നേരിടണം. ഇൻ്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തണം. ഇതെല്ലാം വേണം. ഇതിനൊത്താശ നൽകിയവരെയും ഗൂഢാലോചന നൽകുന്നവരെയൊക്കെ പിടിക്കണം. പക്ഷേ ഇത് പ്രചോദിപ്പിച്ചവരെയോ, ഒരു ഭീകരാക്രമണത്തിന് ഒത്താശ നൽകിയവരെ പിടിക്കണം എന്ന് പറഞ്ഞില്ലേ നമ്മൾ? ഫണ്ട് നൽകിയവരുണ്ട്, അതിനുവേണ്ടി ആളെ സംഘടിപ്പിച്ചവർ, വാഹനം നൽകിയവരെയൊക്കെ നമ്മൾ നിശ്ചയമായി നിയമത്തിന് കീഴിൽ കൊണ്ടുവരുമ്പോൾ ഇവരെ പ്രചോദിപ്പിച്ച ആശയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ് തലത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ആശയത്തിൻ്റെ നീങ്ങുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ആർഷവിദ്യാ സമാജത്തിനൊക്കെ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അതാണ് സുദർശനം ഗ്ലോബൽ സർവീസ് മിഷൻ എന്നുള്ള പ്രസ്ഥാനം. അതാണ് അത് ഭീകരവാദികളെടുക്കൽ നമ്മളിങ്ങനെ പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിലേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ഒന്ന്, കോമൺ സെൻസ് വേണം. ഇവർക്ക് കോമൺ സെൻസേ ഇല്ല ഇപ്പോൾ ഈ അവസ്ഥയിൽ. ചർച്ച ചെയ്യാനുള്ള സംഭവം ഉണ്ടാവണം. ഒരു ചർച്ച ചെയ്യാൻ വരുമ്പോൾ പോലും ബോംബുമായിട്ടായിരിക്കും വരുന്നത്. ശരി തിരിച്ചറിഞ്ഞാൽ അതിനനുസരിച്ച് നിൽക്കാനുള്ള മനോഭാവം വേണം. ഈ 3 കണ്ടീഷൻസ് ഉള്ളവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ. ശരിയാണ്. ഇങ്ങനെയുള്ളവരുടെയൊക്കെ ആയുധം തന്നെ വേണം, നിയമങ്ങൾ തന്നെ വേണം. പക്ഷേ നമുക്ക് എത്ര പേരെ ജയിലടയ്ക്കാൻ കഴിയും? എത്ര പേരെ നമുക്ക് വധിക്കുവാൻ കഴിയും? കോടിക്കണക്കിന് ആൾക്കാർ ഈ റാഡിക്കലൈസേഷന് വിധേയരായി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജിഹാദ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നവരെ മാത്രമേ കാണൂ. അതിനൊത്താശ ചെയ്യുന്നവരുണ്ട്, സ്പോൺസർ ചെയ്യുന്നവരുണ്ട്, ഇവരെ വെളുപ്പിക്കുന്നവരുണ്ട്. ഇവർക്കെതിരെ നടപടികളുണ്ടാകുമ്പോൾ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലൊക്കെ നിരീക്ഷകരായി നിന്നുകൊണ്ട് ഇതിനെയൊക്കെ വെളുപ്പിക്കുന്നവരുണ്ട്, ന്യായീകരിക്കുന്നവരുണ്ട്. ആരെങ്കിലും ആക്രമണമേറ്റ് ഇസ്ലാമോഫോബിയ പറഞ്ഞാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നവരുണ്ട്. വലിയ കോക്കസ് ചുറ്റുമുണ്ട്. സ്ലീപ്പർ സെൽ എന്ന് വിളിച്ചാൽ മാത്രം പോരാ. ഒരു സ്ലീപ്പർ സെല്ലല്ല, ജിഹാദികളെപ്പോലെ തന്നെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നവരാണ്. അവരെ നമ്മളെന്ത് ചെയ്യും? ഇപ്പോൾ IS-ൽ നിന്ന് പണ്ട് വോയിസ് ക്ലിപ്പ് വന്നു ഇവിടെ. ഈ വോയിസ് ക്ലിപ്പ് അയച്ചവർ ഇതുവരെ നമ്മൾ പിടികിട്ടിട്ടില്ല. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഉത്സവങ്ങളിൽ കടന്നു ചെന്ന് ആനയെ
ഇളക്കിയോ പായസത്തിൽ വിഷം ചേർത്തോ കത്തി കൊണ്ടോ തോക്ക് കൊണ്ടോ ബോംബ് കൊണ്ടോ ആൾക്കാരെ കൊല്ലണമെന്നൊരു മലയാളത്തിലാണ് വോയിസ് ക്ലിപ്പ് ഉണ്ടായത്. അബ്ദുൾ റഷീദ് കാസർഗോട്ടുകാരനാണ്. എം അക്ബർ നയിക്കുന്ന പീസ് സ്കൂളിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് വരുമാനമില്ലാത്ത ആളല്ല. അയാളുടെ ഈ വോയിസ് ക്ലിപ്പ് എങ്ങോട്ടാണ് അയച്ചത്, ആർക്കാണ് അയച്ചത്, വ്യാപകമായി മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരമുണ്ടായി. ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആർക്കൊക്കെയാണ് ഇത് അയച്ചതെന്ന് കണ്ടെത്തണ്ടേ, അവരുടെ ബന്ധം മനസ്സിലാക്കണ്ടേ? ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇവരെ റിക്രൂട്ട് ചെയ്ത് അങ്ങോട്ട് അയച്ചവരാരാണ്? വെറുതെ ഒരാൾക്ക് ചെന്ന് അവിടെ IS ചേരാൻ പറ്റുമോ? ഞാനോ നിങ്ങളോ IS ചേരാൻ പോയെന്നിരിക്കട്ടെ, എങ്ങനെ പോവും? അവരുമായിട്ട് വിളിച്ച് ഇത് നമ്മുടെ ആളാണ്, വിശ്വസിക്കാം എന്നൊരു റിപ്പോർട്ട് കൊടുക്കുന്ന ആരൊക്കെയോ ഇവിടെയുണ്ട്. അവരൊന്നും കണ്ടെത്താനുള്ള യാതൊരു ഉത്സാഹവും ഇല്ല. നമ്മുടെ കാൽക്കീഴി വന്ന് ബോംബ് പൊട്ടുമ്പോൾ മാത്രമാണ് ഉണരുന്നത്. കേരളം, പശ്ചിമ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കർണാടകം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭീകരവാദത്തോട് മൃദു സമീപനം പുലർത്തുന്ന ചില നിർഭാഗ്യകരമായ സമീപനങ്ങളുണ്ട്. റോഹിംഗ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശി മുസ്ലിങ്ങളൊക്കെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവർക്ക് വോട്ടവകാശം കൊടുക്കുന്നു, വോട്ടേഴ്സ് പട്ടിക പേര് കൊടുക്കുന്നു, ആധാർ കാർഡ് സംഘടിപ്പിച്ച് കൊടുക്കുന്നു, പാസ്പോർട്ട് ഇവിടെ സംഘടിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന ലോബിയുണ്ട്. അവരെ പുറത്താക്കാൻ പോയാൽ വലിയ പ്രക്ഷോഭങ്ങളുണ്ടാവും. ചില കോടതിയിലെ ചില ജഡ്ജിമാർ വരെ ഇവരുടെ കൂട്ടത്തിലാണ്. ഈ വലിയൊരു കോക്കസാണ് ചുറ്റുമുള്ളത്. ഭീകരവാദം പഠിപ്പിക്കുന്നവരുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, പ്രചോദിപ്പിക്കുന്നവരുണ്ട്, റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്, ഫണ്ട് ശേഖരിക്കുന്നവരുണ്ട്, പൊട്ടിത്തെറിക്കുന്നവരുണ്ട്. പല പല വിങ്ങുകളുണ്ട്. മതം മാറ്റി അതിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. ഇങ്ങനെയുള്ള വൻ ശക്തിയോട് എതിരിടുമ്പോൾ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. സായുധ സേനയ്ക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരി വേണം, സൈന്യം വേണം. കാരണം അന്താരാഷ്ട്ര സഹായം വരുമ്പോൾ സൈന്യം കൂടി വേണ്ടി വരും. ഇതെല്ലാം വേണം. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള വ്യവസ്ഥ വേണം. സമാധാനം നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇതെല്ലാം ഗവൺമെൻറ്റിനെ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇവരെ പ്രചോദിപ്പിക്കുന്ന ആശയങ്ങളെ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യുവാൻ ആശയവിദ്യാസമാജത്തിന് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയും. വെറുതെ പറയുന്നതല്ല. ഇവിടെ ആശയവിദ്യാസമാജത്തിന് മുന്നണി പ്രവർത്തകരായിരിക്കുന്ന പലരും ഒരുപക്ഷെ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള ഭീകരവാദികളായിട്ടോ അല്ലെ ഭീകരവാദത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന പ്രഭാഷകരോ സംവാദകരോ അധ്യാപകരായിട്ട് മാറിയനെ. ചിലരാണെങ്കിൽ അങ്ങോട്ട് പോയേനെ. അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ സുദർശനം കോഴ്സ്, ആധ്യാത്മിക ശാസ്ത്രം കോഴ്സ് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രസക്തി, ആശയവിദ്യാസമാജത്തിൻ്റെ പ്രസക്തി കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാശ്മീരിലേക്കൊക്കെ എത്ര കോടി രൂപയാണ് വിവിധ കേന്ദ്ര സർക്കാരുകൾ ഒഴുക്കിയതെന്നറിയാമോ? ഭീകരവാദത്തെ ഉച്ചാടനം ചെയ്യാൻ കഴിയും. ജനങ്ങൾക്ക് ജോലി കൊടുത്താൽ, വിദ്യാഭ്യാസം കൊടുത്താൽ, ആ പ്രദേശത്തെ ഏറ്റവും ഉന്നതാവസ്ഥയിലാക്കിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കോടി രൂപ ഒഴുക്കിയിട്ടുണ്ട് അങ്ങോട്ട്. അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഡൽഹിയിൽ വന്നൊക്കെ പഠിക്കുവാനും അവിടെ ഭാരതത്തെ തുണ്ടമാക്കുക എന്നുള്ള മുദ്രാവാക്യം മുഴക്കുവാനും കൂടി സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ അവർക്ക് സപ്പോർട്ട് നിൽക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ തനിനിറം മനസ്സിലാക്കണം. നമുക്ക് ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പഹൽഗാമിലൊരിക്കൽ മലയാളിയായ രാമചന്ദ്രൻജി കൊല്ലപ്പെട്ടു. ആ മകളുടെ മുന്നിൽ വെച്ചാണ് അച്ഛനെ വധിച്ചത്. പക്ഷെ അവിടെയുള്ള ചില ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പെരുമാറിയപ്പോൾ ഹിന്ദുവിൻ്റെ പഴയ മണ്ടത്തരങ്ങൾ വീണ്ടും ആരംഭിച്ചു. പക്ഷെ പിന്നീട് പല അന്വേഷണത്തിൽ അവിടുത്തെ പ്രാദേശിക സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം നടന്നത്. കൂടുതൽ ആൾക്കാർ വന്നാൽ അവരുടെ മുസ്ലിങ്ങളുടെ ബിസിനസ്സാണ് വികസിക്കുക. എന്നിട്ടും ആ ധനത്തെക്കാളേറെ അവരിഷ്ടപ്പെട്ടത് ഭീകരവാദികളായിട്ട് കൂട്ടുകൂടാനാണ്, അവരെ ഒളിപ്പിക്കാനാണ്, അവർക്ക് ഈ വിവരങ്ങൾ കൊടുക്കാനാണ്, അവരെവിടെ എത്തിക്കുവാനാണ്. അതുകൊണ്ടാണ് നമുക്കവരെ കണ്ടെത്താൻ വളരെ പ്രയാസം നേരിട്ടത്. ഇപ്പോഴും ഈ കാശ്മീരി സഹോദരങ്ങളെന്ന് പറയുന്ന
ഇവർ തന്നെയാണ്, ഡോക്ടർ വേഷം കിട്ടിയവരൊക്കെ തന്നെയാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇവർക്ക് ജോലി കൊടുത്താലോ, ഡോക്ടർ ബിരുദം കൊടുത്താലോ, മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചു കൊടുത്താലോ, എത്ര കോടി രൂപ കൊടുത്താലും അവർക്കൊരു പ്രശ്നമില്ല. കാരണം അവർ നന്നാവില്ല. കാരണം ഇതേ രീതിയിലുള്ള ഇതിനേക്കാൾ വലിയ സുഖസൗകര്യങ്ങൾ അവർക്ക് സ്വർഗത്ത് കിട്ടുമെന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട്. പല മദ്രസയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മദ്രസ ബിരുദത്തിന് മദ്രസയിൽ കുറച്ചു കാലം പഠിച്ചാൽ, സ്കൂളിൽ വരാതെ തന്നെ മദ്രസയിൽ പഠിച്ചാൽ പോലും +2-നും SSLCക്കൊക്കെ തുല്യമായിട്ട് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ബോധം ഉണ്ടാകുന്നത്? മദ്രസകളുടെ സിലബസ് തന്നെ ചെക്ക് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ഗുരുതരമായി ഗവൺമെൻറ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. നിശ്ചയമായിട്ട് അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റാത്ത പരിമിതികളുള്ള കാര്യങ്ങളുമുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ആർഷവിദ്യാസമാജത്തിൻ്റെ കോഴ്സുകൾ അതിനുള്ള പദ്ധതിയാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സുദർശനം ക്ലാസ്സിൽ പറയും. ഞായറാഴ്ച നടക്കുന്ന സുദർശനം ക്ലാസ്സിൽ നമ്മളതിൻ്റെ വിശദമായ പദ്ധതി പറയും. ഒന്ന്, നമ്മളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ തന്നെയാണ്. 2, വിവിധ തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇതാണ് ശക്തി കേന്ദ്രം അവിടെയാണ്. 2ാമത് ക്യാമ്പുകളാണ്. 3ാമത് ചെറുതും വലുതുമായ പരിപാടികളിലൂടെ ജനസംഗ്രഹ പ്രോഗ്രാമിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക. അല്ലാതെ രക്ഷയില്ല. കാരണം ബോധവൽക്കരിച്ചാണ് ഇവർ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നത്, ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ജനജാഗരണം ചെയ്തേ മതിയാവൂ, അല്ലാതെ വേറെ മാർഗമില്ല. ഇതാണ് 3ാമത്തെ മാർഗം. നമ്മൾ പറയുന്ന രീതിയിൽ ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്തുക. അതിനൊരു കൾച്ചറൽ ടീം നമ്മൾ റെഡിയായിട്ടുണ്ട്. ചെറിയ ഡോക്യുമെൻ്ററിയും നൃത്തം, സംഗീതം, വാദ്യം എല്ലാത്തിൻ്റെയും സമഗ്രതയോടുകൂടി സമന്വയിച്ചുകൊണ്ട് ഭരതം എന്ന പേരിൽ ഒരു പദ്ധതി നമുക്കുണ്ട്. അത് എല്ലാ ഭാഷയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. മലയാളത്തിലുണ്ട്, കന്നഡയിൽ ആയിട്ടുണ്ട്, ഇപ്പോൾ ഹിന്ദിയിലാക്കിക്കൊണ്ടിരിക്കുന്നു. 30 നവംബർ 30 ഡൽഹിയിൽ വെച്ച് തന്നെ, ഇപ്പോൾ പ്രോഗ്രാമൊന്നും അവർ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ, ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടികൾ ക്യാൻസൽ ചെയ്യുമെന്നറിയില്ല. ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ 30 തന്നെ നമ്മളിത് അവിടെ അവതരിപ്പിക്കും. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിരവധി പരിശ്രമങ്ങൾ, ധാരാളം ആൾക്കാരെ കാണുവാനൊക്കെയുള്ള പദ്ധതിയുണ്ട്, ആലോചനകളുണ്ട്. നിങ്ങളുടെ ആരുടെയും പരിചയക്കാരൊക്കെ ഡൽഹിയിലുണ്ടെങ്കിൽ അവരെ, ഇത് ചെറിയ വ്യക്തികളാവട്ടെ വലിയ വ്യക്തികളാവട്ടെ, അവരുടെ കോണ്ടാക്റ്റുകളൊക്കെ തന്ന് നമ്മുടെ ഈ പ്രവർത്തനത്തെ ഡൽഹിയിലും എല്ലാ സ്ഥലത്തും എത്തിക്കാനുള്ള പ്രവർത്തനത്തിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരെങ്കിലും കോണ്ടാക്റ്റുകൾ, ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുണ്ടെങ്കിൽ ആർഷവിദ്യാസമാജത്തിൻ്റെ പ്രവർത്തകരെ അറിയിക്കുക, അവരെ വിളിച്ച് പറയുക. അങ്ങനെ നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ ഈ മഹത്തായ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 4ാമത്, ഇങ്ങനെ എന്തെങ്കിലും പെട്ട ആൾക്കാർ വന്നാൽ അവർ സംസാരിക്കാൻ തയ്യാറാണ്, സാമാന്യ ബുദ്ധിയുള്ളവരാണെങ്കിൽ, ശരീരപക്ഷത്ത് നിൽക്കാനുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ, അഥവാ ഈ 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ആർഷവിദ്യാസമാജത്തിന് കഴിയും. അത് സുദർശനം, ഡീറാഡിക്കലൈസേഷൻ കൗൺസിലിങ്ങിലൂടെ സാധിക്കും. അതാണ് 4ാമത്തത്. ബ്രെയിൻ വാഷിംഗ് പോയവരെ തിരിച്ചു കൊണ്ടുവരുന്ന ആൻറ്റി ഇൻഡോക്ട്രിനേഷൻ, ഡീറാഡിക്കലൈസേഷൻ കൗൺസിലിംഗ്. അതിലൂടെയാണ് നമ്മൾ 8000-ലേറെ പേരെ തിരികെ കൊണ്ടുവന്നത്. അത് ടെസ്റ്റഡാണ്, എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഈ 6 തരത്തിലുള്ള ബ്രെയിൻ വാഷിങ്ങിൽപ്പെട്ടവരെയും കൊണ്ടുവരാൻ പറ്റിയ, അവരെ സനാതനധർമ്മത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരേ ഒരു പ്രസ്ഥാനമേ എന്നുള്ളത് അഭിമാനപൂർവ്വം പറയാൻ പറ്റും നമുക്ക്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു കൗൺസിലറുടെ സഹായം പോലും ഇല്ലാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ താല്പര്യമുള്ളവരെ ഇതുപോലുള്ള അപകടകരമായ ചിന്താഗതിയിൽ നിന്ന് മാറ്റാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരാളുമായിട്ട് സംസാരിക്കാൻ തന്നെ മണിക്കൂറുകൾ വേണ്ടി വരും.
എത്ര പേരെ നമ്മൾ സംസാരിക്കും? പഠിക്കാൻ വരുന്നവരാണെങ്കിൽ കുറച്ച് മണിക്കൂർ മതി. പക്ഷേ ഇതുപോലുള്ള റാഡിക്കലൈസേഷനായി വരുന്നവരോട് അവരുടെ റാഡിക്കലൈസേഷൻ എല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട്, അവരെ ബാധിച്ചിരിക്കുന്ന ബ്രെയിൻ വാഷിംഗ് എല്ലാം നീക്കിക്കഴിഞ്ഞിട്ടേ നമുക്ക് ശരിയായ കാര്യം പഠിപ്പിക്കാൻ കഴിയും. ഇപ്പം എത്രയോ മണിക്കൂറുകളാണ് ഓരോരുത്തർക്കും വേണ്ടി വരിക. ഇവരൊക്കെ ഒരുമിച്ചല്ല വരിക. ഒരുമിച്ച് കൊണ്ടുവന്നാലും പ്രശ്നമാണ്. അവിടെ ഗ്രൂപ്പ് മൈൻഡ് തിയറി ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലായ അറ്റൻഷൻ കൊടുത്ത് പോകേണ്ടി വരുന്നു. അത്ര ആൾക്കാർ നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഒരാളുടെ സഹായമില്ലാതെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ആൾക്കാരെ കൊണ്ടുവരുന്നൊരു സംവിധാനം നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 1-2 വർഷത്തിനകം നല്ല രീതിയിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വലിയ വിശദമായ പദ്ധതിയാണത്. ഒരാൾക്ക് ക്ലിക്ക് ചെയ്ത് യെസ് നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ശരിയായിലേക്ക് എത്താം. നമ്മൾ വേണ്ട. വലിയ രീതിയിലുള്ള ഇപ്പോഴത്തെ AI ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് പദ്ധതിയാവണം. നമ്മുടേതായ AI ആയിരിക്കണം. ഇപ്പോഴത്തെ ChatGPT പോലുള്ള AI ആവരുത്. അത് ഇസ്ലാമിനെയൊക്കെ വെള്ള പൂശിക്കൊണ്ടാണ് കൊടുക്കുക. ബിസിനസ് താല്പര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ടല്ലേ അങ്ങനെയുള്ള പല തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ പോലും അമേരിക്ക പോലും ഉണ്ടാകുന്നത്. അവർക്കൊക്കെ തട്ട് കിട്ടുമ്പോഴേ ഇസ്ലാമിൻ്റെ ഭീകര മുഖം മനസ്സിലാകും. അതുവരെ അവരിവരെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കും. ബിൻ ലാദനെയും ഇവരെയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത് അമേരിക്ക തന്നെയാണ്. അവസാനം സെപ്റ്റംബർ 11 അവരുടെ കെട്ടിടങ്ങളിലേക്ക് ആക്രമണം വന്നപ്പം മാത്രമാണ് അവർ താലിബാൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചത്. അപ്പോഴും യഥാർത്ഥ വില്ലനെ അവർക്ക് പിടികിട്ടിയിട്ടില്ല. താലിബാൻകാരാണ് പ്രശ്നമെന്നാണ് അവർ വിചാരിച്ചത്. താലിബാൻകാരോ IS ജെയ്ഷെ മുഹമ്മദിയോ ലഷ്കർ ഇ തോയ്ബയോ സിമിയോ ഇന്ത്യൻ മുജാഹിദിനോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടോ മാത്രമല്ല, ഇവരെല്ലാം പ്രചോദിപ്പിക്കുന്ന ജിഹാദിയൻ ഐഡിയോളജിയാണ് പ്രധാനപ്പെട്ട വില്ലൻ. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ, അതിനില്ലായ്മ ചെയ്യാനുള്ള നടപടികൾ എന്തൊക്കെ വേണമെന്ന് ആലോചിച്ചില്ലെങ്കിൽ ഒരിക്കലും ഇതിൽ നമുക്ക് കരകയറാൻ പോകുന്നില്ല. പണ്ടും നമ്മുടെ രാജാക്കന്മാർ ഇത് മനസ്സിലാക്കാതിരുന്നത് കൊണ്ടാണ് ഇന്നും ദുരിതങ്ങളുണ്ടായത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇതിനെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ ഭീകരമുഖത്തെക്കുറിച്ച് അറിയാതിരുന്നത് കൊണ്ടാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടായത്. ഇപ്പോഴും നമ്മളിങ്ങനെ തുടരുകയാണെങ്കിലോ, ചില ഭീകരവാദികളെ മാത്രം അകത്തിട്ടിട്ട് കാര്യമില്ല, വെടിവെച്ചിട്ട് കാര്യമില്ല. അവരെ പ്രചോദിപ്പിക്കുന്ന ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി എങ്ങനെ നീക്കാമെന്ന് ഇനിയെങ്കിലും കാര്യമായി ചിന്തിച്ചില്ലെങ്കിൽ നമുക്കും നിലനിൽപ്പുണ്ടാവില്ല, അടുത്ത തലമുറയ്ക്ക് ഭാവിയും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാം ഭരണം വരണത് കണ്ട് ജീവിക്കാം. എത്രയും പെട്ടെന്ന് ഇതിൽ ശ്രദ്ധ അത്യാവശ്യമായി പതിയേണ്ടതാണ്. അതിനാണ് നമ്മളെല്ലാ ആൾക്കാരെയും കാണുവാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളൊക്കെ അപ്പോയിൻമെൻറ്റ് തരികയാണെങ്കിൽ, കാര്യം അവരുടെ കയ്യിലല്ലേ ഇതൊക്കെ. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന പലർക്കും ഇതിൻ്റെ മഹത്വം മനസ്സിലാകും. എത്രത്തോളം വ്യക്തമായി ഡോക്യുമെൻ്റഡ് ആയിട്ടാണ് നമ്മൾ സിലബസ് വാർത്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. അത് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ധാരാളം പങ്ക് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഫുൾ ടൈം പാർട്ട് ടൈം പ്രവർത്തകരെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിരവധി പ്രാവശ്യം നമ്മൾ അപേക്ഷകൾ അയച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ചെറിയ സമയങ്ങൾ മാത്രം മാറ്റിവെച്ചാൽ പോലും ഈ ദിവ്യ ദൗത്യത്തിന് അത് സഹായകരമാകും. അതുപോലെ ഓരോ സ്ഥലത്തും കർമ്മസമിതികൾ നമ്മൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും കർമ്മസമിതികളും ഉപദേശക സമിതികളും രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനും നമ്മളെ കൊണ്ടാവുന്ന പ്രവർത്തനം ചെയ്യുവാൻ കഴിയും. പിന്നീട് ഈ കർമ്മസമിതികളുടെ നേതൃത്വത്തിൽ അടിത്തട്ടിലുള്ള ജനജാഗരണ ജനസംഗ്രഹ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ തലത്തിലുള്ളതാണ്. പക്ഷെ അടിത്തട്ടിലുള്ള ജനജാഗരണ ജനസംഗ്രഹ പ്രവർത്തനങ്ങൾ ചെയ്താലേ ഓരോ വീട്ടിലും കയറിയിറങ്ങി പ്രവർത്തിക്കുന്ന സംവിധാനം ഉണ്ടായെങ്കിൽ മാത്രമേ, ഗൃഹസ്ഥാപന സന്ദർശന പദ്ധതി, സമ്പർക്ക പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ വിപുലമായ സേവന ശാക്തീകരണ സംരക്ഷണ പദ്ധതികളും നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. കാരണം അജ്ഞത, ദാരിദ്ര്യം, ഒറ്റപ്പെടൽ, പരസ്പര സഹായമില്ലായ്മ,
അനൈക്യം പോലുള്ള ദുർബലതകളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ 6 തരം ശക്തികൾ തങ്ങളുടെ വലകൾ വിരിക്കുന്നത്. അതുകൊണ്ട് ബൗദ്ധിക തരത്തിലുള്ള എതിരിടൽ മാത്രം പോരാ, ഇതിന് റൂട്ട് കോസിനെ കൂടെ കണ്ടെത്തി പരിഹരിക്കാവുന്ന രീതിയിൽ നമ്മുടെ ദുർബലതകൾ കൂടി പരിഹരിക്കണം. അതിന് സേവന, ശാക്തീകരണ, സംരക്ഷണ പദ്ധതികൾ കൂടി വേണം. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ അനുശോചിച്ചാൽ മാത്രം പോരാ, ഇത്തരം ദുര്യോഗങ്ങൾ ഭാവിയിൽ ഒരു ജനതയ്ക്കും ഉണ്ടാകാതിരിക്കാനായിട്ട് സമാധാനപരമായി നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന ലോകം പുലരുവാൻ വേണ്ടി നമ്മളെ കൊണ്ടാകുന്ന നമുക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനുള്ള മെഡിസിൻ റെഡിയായിട്ടുണ്ട്, ക്യൂർ മെഡിസിൻ റെഡിയായിട്ടുണ്ട്, പ്രതിരോധ വാക്സിൻ കൂടിയാണിത്. ഇത് ധർമ്മ സംരക്ഷണ മാർഗമാണ്, യഥാർത്ഥ പ്രശ്നപരിഹാര തന്ത്രമാണ്. പക്ഷേ അതിനുവേണ്ടി എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.